ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളും ഭരിക്കുന്ന പാർട്ടികളും വ്യത്യസ്ത ഭരണമില്ലാത്ത പാർട്ടികളും തമ്മിൽ മത്സരമൊക്കെ ഉണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ രീതി അവർ തമ്മിൽ തർക്കിക്കും. അല്ലാതെ MLA-മാരെയും MP-മാരെയും വില കൊടുത്ത് വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ മഹത്വം ഒന്നും മനസ്സിലാവില്ല. അത് വേറൊരു കാര്യം. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, വർഗീയതയുമായി ബന്ധപ്പെട്ട്. ഇഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP-യുടെ പേര് നിങ്ങൾ എന്തെങ്കിലും ഒരു വേദിയിൽ വെച്ച് ഒരിക്കലെങ്കിലും സംസാരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറാവുമോ? ആരെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ പോലും അറിയില്ല. കോൺഗ്രസിൻ്റെ MP BJP-ക്കാർ കൊല്ലുന്ന സമയത്ത് കോൺഗ്രസിനെ വിളിച്ച്, ഇഹ്സാൻ ജാഫ്രീൻ്റെ ജീവിതകഥ നിങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇഹ്സാൻ ജാഫ്രീനെ കൊല്ലുന്ന സമയത്ത് ആശ്രയത്തിന് വേണ്ടി വിളിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ഈ നാട്ടിലെ എല്ലാ തരത്തിലുമുള്ള കോൺഗ്രസ്സുകാരെയും വിളിച്ചു, സോണിയാഗാന്ധിനെ അടക്കമുള്ള ആളുകളെ വിളിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു. അതുകൊണ്ട് വർഗീയത, ബാബറി മസ്ജിദ് പൊളിക്കാൻ തയ്യാറായി മുന്നിട്ട് നിന്ന കോൺഗ്രസ്സുകാർക്ക് വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ ഉള്ള അർഹതയില്ല. ഒരു ചോദ്യം കൂടി, ഒരൊറ്റ ചോദ്യം കൂടി, അത് ഇവിടുത്തെ യുവജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. അത് കോൺഗ്രസിൻ്റെ പ്രതികളോട് ചോദിക്കാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ കോൺഗ്രസ് പ്രതിനിധി കയറ്റം കയറി കഴിയുമ്പോൾ BJP-യിലേക്ക് പോയാലോ. അതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം BJP-യുടെ പ്രതിനിധിയോടാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആധികാരികമായ ഒരു രേഖയെങ്കിലും വെച്ചുകൊണ്ട്, BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആധികാരിക രേഖ വെച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിൽ അവസരം വർദ്ധിച്ചിട്ടുണ്ട്. തൊഴിലാളികളായിട്ടുള്ള യുവാക്കൾ, പുതിയ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഒരു രേഖ ഇവിടുത്തെ BJP കാണിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനോട് വരുന്നതിന് മുമ്പേ കുറേ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങളെക്കുറിച്ച് നിങ്ങളിവിടെ പറയുന്നത് MLA-മാരെ വിലയ്ക്ക് വാങ്ങി എന്ന് ആരോപിക്കുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളത് തെളിയിക്കണം. സ്വന്തം പാർട്ടിയിൽ മത്സരിപ്പിച്ച് ജയിക്കുന്ന MP-യെയും MLA-യും തൻ്റെ കൂടെ നിർത്താൻ പറ്റാത്തതിൻ്റെ ജാള്യത ഉണ്ടല്ലോ, അത് ഞങ്ങൾ വില കൊടുത്തിട്ടാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അദ്ദേഹം പറഞ്ഞ തൊഴിലവസരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കുക എന്നല്ലല്ലോ ഉദ്ദേശിച്ചത്. കോടിക്കണക്കിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ കേരളത്തിലും ധാരാളം പേരുണ്ട്. അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാടുണ്ട്. കണക്കിന് വേണ്ടി ഗവൺമെൻറ് നേരിട്ടിട്ട് തൊഴിലവസരം, സ്വയം തൊഴിൽ എന്ന നിലയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ അനുഭവിച്ചതും വന്നതും കണക്കുകൾ പ്രകാരം ഇതേ മോദി സർക്കാരിൻ്റെ കാലത്ത്, ഈ കാലയളവിലാണ്. അത് തെറ്റായിട്ടുള്ളൊരു കണക്ക് പറയരുത്. തെറ്റായ കണക്ക് നീതി ആയോഗ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണോ? ആണോ? നീതി ആയോഗിന്റെ കണക്ക് തെറ്റാണോ? അല്ല, നീതി ആയോഗിന്റെ കണക്ക് പറഞ്ഞോളൂ. നിങ്ങൾ പറയൂ. കേരളത്തിലെ കണക്കാ പറയണേ. കേരളത്തിലെ കണക്കാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് സർക്കാർ ജോലി നൽകിയിരിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിൽ ആകെ മുഴുവൻ സർക്കാർ ജോലി കിട്ടിയിരിക്കുന്ന 100% ആളുകളിൽ 69% കേരളത്തിൽ നിന്നാണ് എന്നുള്ള കണക്ക് ശരിയാണോ? കേന്ദ്ര സർക്കാർ പറഞ്ഞ കണക്കല്ല. ബാക്കിയുണ്ടോ? ഗുജറാത്ത് എത്ര ശതമാനമാണ്? 1.3. അല്ല, ഗുജറാത്ത് മോഡൽ 1.3 ആണ്. ഇതൊക്കെ കണക്കാ. നിങ്ങൾ 69 കഴിഞ്ഞ് ബാക്കി പറ. ബാക്കി നീതി ആയോഗ് പറഞ്ഞ കണക്ക്, ആ കണക്ക് പ്രകാരം ഇനിയും തൊഴിൽ കിട്ടാനുണ്ട്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ സുഹൃത്തേ, നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേരളം ഒന്നാമതാണോ? എന്തേ ജോലി തൊഴിൽ നൽകുന്നതിൽ? ഒന്നുമല്ല. സർക്കാർ കൊടുക്കുന്ന കണക്ക് വെച്ചിട്ട് പറയുന്നതല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ തെളിയിക്കാം. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇവിടെ കേരളത്തിൽ ഏറ്റവും അധികം ജോലി കൊടുക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന സ്ഥലം കേരളമാണ് എന്ന് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാരിന്റെ കണക്ക്, മോദിന്റെ കണക്ക് പറയൂ. തൊഴിലില്ലായ്മ ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ഒരു